സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കൊന്ന് പഴയ പാർട്ടി സെക്രട്ടറി ആയതാണ് നിങ്ങൾ കണ്ടത്. വിരട്ടലൊന്നും വേണ്ടെന്ന് പിണറായി പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ ഇടത് സർക്കാരിനെതിരായ വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ BJP ശ്രമിക്കുന്നതിനെതിരെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നീക്കത്തിന് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് NSS. ഇത് CPM-നുണ്ടായ വലിയ രാഷ്ട്രീയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. NSSന്റെ ഈ പിന്തുണ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന നിലപാടെടുത്ത കോൺഗ്രസിനെയും മാറ്റിച്ചിട്ടിപ്പിക്കും. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഡെവലപ്മെന്റ്. ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത രാഷ്ട്രീയ സാഹചര്യം പറയുകയാണ് ഈ വീഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഗമം വരുന്ന സെപ്റ്റംബർ 20 സംഘടിപ്പിക്കുന്നത്. ഏകദേശം 3000 പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ എന്നിവർ പങ്കെടുക്കും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. എങ്കിലും ഇടത് സർക്കാരിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ രൂപപ്പെട്ട ഇടതുവിരുദ്ധതയെ ആറ്റിത്തണിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ, അതിലെ വിശ്വാസികളെ പാർട്ടി കൈയൊഴിഞ്ഞാൽ അവിടേക്ക് സംഘപരിവാർ ശക്തികളുടെ വർഗീയ അജണ്ടകളുടെ കടന്നുകയറ്റം കൂടുതൽ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കൂടി ഇക്കാര്യത്തിലുണ്ട്. CPM ഇങ്ങനെ നിലപാടെടുക്കുന്നതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് സർക്കാർ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നീങ്ങിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എതിർപ്പുയർത്തിയ NSSനെ കൂടെ നിർത്തി, അല്ലെങ്കിൽ NSSനെ വിശ്വാസത്തിലെടുത്താണ് അയ്യപ്പ സംഗമം എന്ന പരിപാടിയുമായി സർക്കാർ ആദ്യമേ മുന്നോട്ട് പോയത്. ആദ്യ യോഗത്തിൽ തന്നെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പങ്കെടുക്കുകയും ചെയ്തു. PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡും NSSനെ കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. PS പ്രശാന്ത് എല്ലാ ആൾക്കാരുമായും നല്ല രീതിയിൽ, അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുമായി നല്ല രീതിയിൽ സഹവർത്തിത്വം നടത്തുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ്. അയ്യപ്പ സംഗമത്തിൽ ആചാര ലംഘനം ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡും സർക്കാരും NSSന് ഉറപ്പ് നൽകി. ഇതോടെയാണ് പൂർണ്ണമായും സർക്കാരിനൊപ്പം നിൽക്കാൻ NSS തീരുമാനിച്ചത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന രീതിയിലാണ് NSS സർക്കാർ നീക്കത്തെ നോക്കിക്കാണുന്നത്. NSSന് രാഷ്ട്രീയമില്ല, വിശ്വാസത്തിൽ കോട്ടം തട്ടുമ്പോൾ മാത്രമേ NSS രംഗത്തു വരാറുള്ളൂ എന്നാണ് NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ നയം വ്യക്തമാക്കിയത്. ഇതോടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായി കരകയറുക കൂടിയാണ് CPM ലക്ഷ്യമിടുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരത്തിനെതിരെ ഉള്ള കേസുകൾ സർക്കാർ പിൻവലിച്ചിരുന്നു. ആസൂത്രിതമായ അക്രമം ഇല്ലാത്ത കേസുകളാണ് പൂർണ്ണമായും സർക്കാർ NSSുമായിട്ടുള്ള ഹിന്ദു സംഘടനകളുമായിട്ടുള്ള ധാരണ പ്രകാരം പിൻവലിച്ചത്. മാത്രമല്ല, സുകുമാരൻ നായർ സുഖമില്ലാതെ ആശുപത്രിയിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പോയി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തു. ഇതോടെ CPM-ഉം NSSുമായുള്ള മഞ്ഞുരുക്കം അന്നേ തുടങ്ങിയിരുന്നു. അതാണ് ആഗോള അയ്യപ്പ സംഗമത്തോടെ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. NSSനെ വിശ്വാസത്തിലെടുക്കുക എന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. തിരിച്ച് NSSും സ്വീകരിക്കുന്നത് ആ സമീപനം തന്നെയാണ്. NSSന്റെ ഈ നിലപാട് തിരിച്ചറിയാതെയാണ് BJPയും കോൺഗ്രസും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ നിലപാടെടുത്തത്, അല്ലെങ്കിൽ അതിനെതിരെ രംഗത്ത് വന്നത്. BJP ഇതിനെ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മറ്റൊരു സുവർണ അവസരമായി തന്നെയാണ് കണ്ടത്. അവിശ്വാസികളായ പിണറായിയും MK സ്റ്റാലിനും പങ്കെടുക്കുന്നതിനെയാണ് BJP ആദ്യം ചോദ്യം ചെയ്തത്. അതായത് വിശ്വാസികളുടെ പിന്തുണ കൂടി കിട്ടാനുള്ള ഒരു തന്ത്രമായിരുന്നു അത്. അയ്യപ്പ സംഗമം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ളതാണെന്നും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നുമൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. 2018 ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ പൂർണ്ണമായും പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്നും ഇതിന്റെ കൂടെ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുകയും ചെയ്തു. ഹിന്ദു വൈറസ് ആണെന്നും അത് തുടച്ചു നീക്കണമെന്നും പറഞ്ഞ സ്റ്റാലിനും അയ്യപ്പ ഭക്തരെ ദ്രോഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോകാൻ പാടില്ല എന്നും അത് അപമാനമാണെന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചിരുന്നു.
സംഗമം തടയുമെന്ന നിലപാടിലേക്കാണ് BJP പോയത്. മാത്രമല്ല സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ പേജുകളിൽ വ്യാപകമായ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്വേഷ ക്യാമ്പയിനും തുടങ്ങിയിരുന്നു. പിന്നീട് സ്റ്റാലിൻ വരില്ല എന്ന് വ്യക്തമാക്കി. അത് പക്ഷേ BJPയുടെ ഈ ഭീഷണി ഒന്നും ഭയന്നല്ല, മറ്റ് തിരക്കുകൾ കാരണമാണെന്നാണ് സ്റ്റാലിന്റെ ഓഫീസ് അറിയിച്ചത്. പകരം DMK മന്ത്രിമാരെ വിടുമെന്ന് MK സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും ഈ BJP വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചെങ്കിലും എതിർപ്പ് ഉയർത്തിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഉദ്ഘാടകൻ. BJP വാദത്തിന്റെ മുനയൊടിക്കാൻ മറ്റ് ചില നീക്കങ്ങളും സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. NDA അംഗമായ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ തന്നെ സംഗമത്തിലെത്തിക്കാനാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നത്. അയ്യപ്പ വിശ്വാസികൾ ഒരുപാടുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിന് ഈ ക്ഷണം നിരസിക്കാൻ പറ്റില്ല എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. നിരസിച്ചാൽ അത് അവിടെ ആന്ധ്രാപ്രദേശിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് മന്ത്രിമാരും സംഗമത്തിന് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതോടെ കോൺഗ്രസിന്റെയും BJPയുടെയും എതിർപ്പിന്റെ മുനയൊടിയുമെന്നാണ് ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് നേരത്തെ VD സതീശൻ ഉയർത്തിയത്. ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം CPM ഭൂരിപക്ഷ വർഗീയതയെ ആയുധമാക്കി. ഇത് സംഘപരിവാറുമായുള്ള രാഷ്ട്രീയ നാടകമാണ് എന്നൊക്കെയാണ് VD സതീശൻ വിമർശനമായി മുന്നോട്ട് വെച്ചത്. ഇതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ന്യൂനപക്ഷ പ്രീണനം കഴിഞ്ഞു, ഇപ്പോൾ പുതിയ ആരോപണം ഭൂരിപക്ഷ പ്രീണനമാണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് VD സതീശന്റെ ഈ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ NSS സംഗമത്തിന് പിന്തുണയുമായി വന്നതോടെ BJPക്കും കോൺഗ്രസിനും നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ NSSനെ പിണക്കുന്നത് രണ്ട് കൂട്ടർക്കും ആത്മഹത്യാപരമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തിനെതിരായ നിലപാട് കോൺഗ്രസ് പുനഃപരിശോധിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. BJPയും ഇപ്പോൾ NSSന്റെ പുതിയ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ ഈ നേരത്തെ എടുത്ത ഒരു എതിർപ്പിന്റെ സ്വരത്തിൽ നിന്ന് മൃദുപ്പെടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാനോ ആണ് സാധ്യത. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംഗമവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കർശന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത്. സർക്കാർ ശബരിമലയ്ക്ക് എതിരല്ല എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമാണ്. മാത്രമല്ല 9.5 വർഷമായി ശബരിമലയിൽ ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും സർക്കാർ ലക്ഷ്യമിടുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPMനെ അതുവരെ ഇല്ലാത്ത തരത്തിൽ അസാധാരണമായ രീതിയിൽ എതിർത്ത NSSനെ കൂടെ നിർത്താൻ കഴിയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. NSSന്റെ എതിർപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒഴിച്ച് ബാക്കി ഒന്നിലും ഇടതുപക്ഷത്തെ വലിയ ദോഷകരമായി ബാധിച്ചിട്ടില്ല. എങ്കിലും ഇടതുപക്ഷം ഹിന്ദു വിരുദ്ധർ, വിശ്വാസ വിരുദ്ധർ എന്ന ഒരു പൊതു നറേറ്റീവ് സൃഷ്ടിക്കാൻ NSSന്റെ ഈ തുടർച്ചയായിട്ടുള്ള എതിർപ്പ് കാരണമായിട്ടുണ്ട്. ആ എതിർപ്പ് സംഘപരിവാർ ശക്തികളുടെ വളക്കൂറായി മാറുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് CPMനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസൃതമായ നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നത്. അതായത് വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് CPM പോകുന്നത്. NSS സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പിണറായി വിജയന് അത് ഒരേ സമയം BJPയെയും കോൺഗ്രസിനെയും അടിക്കാൻ പറ്റിയ ആയുധമാണ് എന്നുള്ള കാര്യമാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.